എന്താണ് സ്ട്രെസ്സ്, ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു, ആ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന മാത്രമല്ല ശാരീരിക മാനസികമായ പ്രശ്നങ്ങളെ ബാധിക്കുന്നു, അത് കൊണ്ട് എന്തൊക്കെയാണ് മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം, അതിനെ എങ്ങനെ നേരിടണം. കാരണം കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം സ്ട്രെസ് എന്താണെന്ന് ഒരിക്കൽ കൂടെ നമുക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. സ്ട്രെസ് എന്ന് പറയുന്ന ഓരോ സാഹചര്യത്തിലെ ഒരു ചുറ്റുപാടിനെ മനുഷ്യനെ എങ്ങനെ വിലയിരുത്തുന്നു, ആ വിലയിരുത്തുന്നതോടുകൂടി തന്നെ എങ്ങനെ ശരീരം അതിനോട് പ്രതികരിക്കുന്നു, ആ ഒരു സംഗതി നടക്കുമ്പോൾ ആ സംഗതി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പെർസെപ്ഷനാണ്. അതിനെ എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ കാണുന്നു, അത് സ്ട്രെസ്സായിട്ട് കാണുന്നു, സ്ട്രെസ് അല്ലാത്ത രീതിയിൽ നമ്മൾ കാണുന്നു. അങ്ങനെ സ്ട്രെസ്സായിട്ട് കാണുന്നതാണെങ്കിൽ അപ്പോൾ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു. അപ്പം ശരീരത്തിൻ്റെ പ്രതികരണമാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കാത്ത രീതിയിൽ ശരീരം ആ പ്രത്യേക സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു. മനസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ വ്യക്തി ആ പ്രത്യേക സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു. ഇത് രണ്ടും കൂടെ കൂടി, അതായത് അവൻ ആ സാഹചര്യത്തെ വിലയിരുത്തുകയും ആ വിലയിരുത്തുന്നതോടുകൂടി ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് സ്ട്രെസ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സ്ട്രെസ് നമുക്ക് ഗുണകരമായി തീരും. ആ സ്ട്രെസ് കൊണ്ട് നമ്മൾ അതിൻ്റെ ഫലം എന്ന് പറയും. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന സ്ട്രെസ് എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതേസമയം ചില സ്ട്രെസ്സുകൾ അവന് ഗുണകരമായിട്ട് നമുക്കിരിക്കാം. ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ സ്ട്രെസ് ഉണ്ടാകും. ആ പരീക്ഷയെക്കുറിച്ചുള്ളതായ സ്ട്രെസ് കൊണ്ടാണ് ആൾ പഠിക്കുന്നത്. പഠിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നായി വരും. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് പഠിക്കുന്നത് സ്ട്രെസ്സാണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമ്മൾ കിട്ടുന്നത്, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പിന്നെ ചില സ്ട്രെസ് ന്യൂട്രലാണ്. കാരണം യാതൊരു ഗുണവും ഉണ്ടാകില്ല. ആ സ്ട്രെസ് വന്നുകൊണ്ട് ഗുണമോ ദോഷമോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗുണമോ ദോഷമോ അല്ലാതിരിക്കുന്നിടത്തോളം കാലം പക്ഷെ അത് സ്ട്രെസ്സാണ്. കേട്ടോ, നമ്മൾ ശരീരം പ്രതികരിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു ദോഷമുണ്ടാകുന്നില്ല. കാരണം ചില സ്ട്രെസ്സുകൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ബാധിക്കും. ഈ സ്ട്രെസ് അതിനെ ബാധിക്കുന്നില്ല. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അത് ന്യൂട്രലായിരിക്കും. ഒരു സീറോ എഫക്റ്റ് പോലെ നമുക്ക് പിന്നെ പറയാം. അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ട്. പിന്നെ ഡിസ്ട്രെസ് എന്ന് പറയുന്ന സ്ട്രെസ് ആണ്. അതാണ് യഥാർത്ഥ നമ്മൾ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്ന ഡിസ്ട്രെസ്സിനെയാണ്. ആ സ്ട്രെസ് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ആ സ്ട്രെസ് കൊണ്ട് നമുക്ക് മാനസിക ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അടുത്തത് ഹൈപ്പർ സ്ട്രെസ്സാണ്. കാരണം ഒരു സാഹചര്യത്തിൽ വേണ്ടതിൽ കൂടുതൽ സ്ട്രെസ് നമ്മൾ അനുഭവിക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി പ്രതികരിക്കേണ്ടത് എങ്ങനെയാണോ ആ പ്രതികരണത്തിലും കൂടുതലായിട്ട് പ്രതികരിക്കുക. ചിലത് ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സിന് അത്രയും നമ്മൾ പ്രതികരിക്കില്ല. ദാറ്റ് ഇസ് വാട്ട് ഹൈപ്പർ സ്ട്രെസ്. ഒന്ന് പ്രതികരണം കൂടിയിരിക്കാം, ഒന്ന് പ്രതികരണം കുറഞ്ഞിരിക്കാം. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാനസികമായി, ശാരീരികമായി, വൈകാരികമായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പെരുമാറ്റപരമായിട്ട് എന്തൊക്കെയുണ്ട്. ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് ധാരാളമുണ്ട്. ഒരു വ്യക്തിയുടെ പ്രഷർ കൂടാം, പ്രഷർ കുറയാം, ഗ്ലൂക്കോസ് ലെവൽ കൂടാം, ഗ്ലൂക്കോസ് ലെവൽ താഴോട്ട് പോകാം. സ്ട്രെസ് കൂടുമ്പോൾ സ്വെറ്റിംഗ് ഉണ്ടാകാം, ഷിവറിങ് ഉണ്ടാകാം, പാൽപിറ്റേഷൻ ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. ഒരു ആങ്സൈറ്റി കൂടാം, പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാം, ചിലപ്പോൾ മിണ്ടാൻ കമ്മ്യൂണിക്കേഷൻ സാധിക്കാതെ വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ബിഹേവിയറാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാം, ദേഷ്യം വരാം, വയലൻ്റ് ആകാം, ഓടി മറയാം, ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ്, ഒന്നുകിൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. അങ്ങനെ പല രീതികൾ നമ്മൾ സ്ട്രെസ്സിനോട് ശരീരവും മനസ്സും ചിന്താഗതികളും പ്രവൃത്തിയും പ്രതികരിക്കാറുണ്ട്. അപ്പം ഇതേപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഫ്രസ്ട്രേഷനാണ്. ഫ്രസ്ട്രേഷൻ ഏതെങ്കിലും ഒരു ഗോൾ വെച്ചാൽ ഗോൾ നടക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. പിന്നെ കോൺഫ്ലിക്ട്സ് ആണ്. കോൺഫ്ലിക്ട്സ് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏതെങ്കിലും ആശയപരമായിട്ടുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ ആശയപരമായി ചേരാൻ പറ്റാത്തതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്.
അത് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇത് എടുത്തെടുത്ത് പറയുന്നത് ഈ കോൺഫ്ലിക്റ്റ് സാധാരണഗതിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്, ചോദിക്കുന്നതാണ്. ചിലപ്പോൾ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ കോൺഫ്ലിക്റ്റ് ചോദിക്കാം. അപ്പം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, രണ്ട് കാര്യങ്ങളും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആകുക, നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് വിലയുള്ളതാണ്, പക്ഷേ ഏതെങ്കിലും ഒന്നേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് സംഗതി ഈക്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഒന്ന് നമുക്ക് എടുക്കാം. ദാറ്റ് ഇസ് കോൾഡ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. പിന്നെ മലയാളത്തിൽ നമ്മളൊരു ഇതുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തത്. കാരണം ഉത്തരത്തിൽ ഇരിക്കുന്നത് കാര്യം നമുക്ക് വിലപ്പെട്ടതാണ്, അതെടുക്കാൻ കൈപൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കക്ഷത്തിരിക്കുന്ന പോകും. അപ്പോൾ രണ്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ദെൻ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടെന്ന റിയാക്ഷൻ നമുക്ക് നെഗറ്റീവായിരിക്കും, നമുക്ക് പറ്റുന്നതായിരിക്കാം. നമുക്ക് നല്ല ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹം, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോൺസിലൈറ്റിസ് വരും, തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അലർജി ഉണ്ടാവും. നമുക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഉയരങ്ങളിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ പേടിയുണ്ട്. ഇറ്റ്സ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നമ്മൾ പറയുന്നത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള രീതിയാണ് നമ്മളിതിന് പറയുക. എന്നുവെച്ചാൽ ഒരു സാധനം നമുക്ക് ഇറക്കണമെന്നുണ്ട്, പക്ഷേ അതിന് കയ്പാണ്, പക്ഷേ അതേസമയം തുപ്പാൻ നമുക്ക് അതിന് മധുരമുണ്ട്. രണ്ട് സംഗതികൾ വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക, ആ വരുന്നതിനെയാണ് നമ്മൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. മറ്റേത് രണ്ട് കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ല, പക്ഷേ ഏതെങ്കിലും ഒന്നേ ചെയ്ത് പറ്റുള്ളൂ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ വരിക, ഒന്നുകിൽ നമ്മൾ പരീക്ഷ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുക. ഒന്നെങ്കിൽ വീട്ടു ജോലി ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് പോയി കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചോളൂ. നമുക്ക് രണ്ടും ചെയ്യാൻ താല്പര്യമില്ല. അപ്പം രണ്ടും താല്പര്യമില്ലെങ്കിൽ ദാറ്റ്സ് കോൾഡ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ഇതിന് നമ്മൾ പറയുന്നത് ചെകുത്താനും കടലിനും ഇടയ്ക്ക് തോന്നുക. രണ്ടും നമുക്ക് താല്പര്യമില്ല, ചെകുത്താനെ നമുക്ക് പേടിയാണ്, കടലിനെ നമുക്ക് പേടിയാണ്, പക്ഷെ നമ്മൾ രണ്ടിൻ്റെ അതിൻ്റെ ഇടയ്ക്കാണ്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും കോൺഫ്ലിക്റ്റുകളാണ് നമുക്കുള്ളത്. പിന്നെ ഡെയിലി ഹാർഡിൽസ്, കാരണം ഏതെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അന്ന് നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, അവിചാരിതമായ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം, നമുക്ക് ഏതെങ്കിലും അസുഖങ്ങൾ നമുക്കുണ്ടാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന ബ്ലോക്ക് ഉണ്ടാകുക. ഇതൊക്കെയാണ് നമ്മൾ സ്ട്രെസ്സിനുള്ള കാരണങ്ങൾ. അപ്പോൾ സ്ട്രെസ്സ് പല രീതിയിൽ നമുക്കുണ്ടാകുന്നുണ്ട്. സ്ട്രെസ്സിനുണ്ടാകുന്ന കാരണങ്ങൾ പലതാണ്. സ്ട്രെസ് പല തരത്തിലുണ്ടാകുന്ന, കോൺഫ്ലിക്റ്റ് പല തരത്തിലുണ്ടാകുന്നതാണ്. ഇനി സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? അപ്പോൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, എന്താണ് കോപ്പിംഗ്? അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തി അയാളുടെ ആ പ്രശ്നത്തെ നേരിടാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങൾ ഡീൽ ചെയ്യുക, അല്ലാതെ അതിനെ പകർത്ത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അതിനോടായിട്ട് ചേർന്ന് പോവുക, അതിനെയാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് കോപ്പിംഗ് സ്ട്രാറ്റജി, ഇതുകൊണ്ട് ഗോൾ എന്താണ്, എന്തുകൊണ്ടാണ് ഈ കോപ്പിംഗ് സ്ട്രാറ്റജീസിൻ്റെ ഗോള്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ നേടുന്നത്? അതേപോലെ നമ്മൾ നേടുന്നതിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സ്ട്രെസ്സ് ഏതെങ്കിലും വരുമ്പോൾ സ്ട്രെസ്സ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, സ്ട്രെസ്സ് പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രെസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യം സ്ട്രെസ്സാകാം, അതേ സാഹചര്യം അതേ വ്യക്തിക്ക് പിന്നീട് സ്ട്രെസ് ആകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരേ സാഹചര്യങ്ങൾ രണ്ട് വ്യക്തികൾക്ക്, ഒരാൾക്ക് സ്ട്രെസ് ആകാം, ഒരാൾക്ക് സ്ട്രെസ് ആകണമെന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. അപ്പം ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക്. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുന്നു, അപ്പോഴാണ് സ്ട്രെസ്സ്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നെഗറ്റീവ് ആക്കാതെ നമുക്ക് പിടിച്ചു നിർത്തുക, അതാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ കാര്യം. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് വരുന്നതിന് നമ്മൾ ഇത് ചെയ്ത് ചുറ്റുപാടുകളുമായിട്ട് നമുക്ക് ചേരാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പറയാം.
ടു ബി ഏബിൾ ടു അഡ്ജസ്റ്റ് ടു ദ നെഗറ്റീവ് സിറ്റുവേഷൻ. നെഗറ്റീവായിട്ടുള്ള സാഹചര്യമായിട്ട് നമുക്ക് ചേരാനായിട്ടുള്ള കഴിവുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും കാര്യം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ അതിനെ നേരിടുക, അല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഏതൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് പെട്ടെന്നൊരു മഴ പെയ്യുന്നു. അവിചാരിതമായിട്ടുണ്ടാകുന്ന മഴ നമുക്ക് ചിലപ്പം സ്ട്രെസ് ഉണ്ടാക്കാം. മഴ വരുന്നു, പെട്ടെന്ന് വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി നിൽക്കുക, നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം പക്ഷേ നമുക്ക് സ്ട്രെസ് ആകുന്നു, ഈ സാഹചര്യം സ്ട്രെസ്. അപ്പം നമ്മളെങ്ങനെയാണ് അതിനെ നേടുക എന്ന് വെച്ചാൽ അതിനൊരു റാഷണൽ തിങ്കിങ് ഉണ്ടാക്കുക. എനിക്ക് മാത്രമല്ല, ഇതെല്ലാവർക്കും സംഭവിച്ച സംഗതിയാണ്, മഴ നമുക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ ആ നെഗറ്റീവ് സിറ്റുവേഷനെ നമ്മൾ അതുമായിട്ട് ചേരാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുക. പിന്നെ മെയിൻറ്റെയിൻ സെൽഫ് ഇമേജ് ആൻഡ് പോസിറ്റീവ് ആൻഡ് മെയിൻറ്റെയിൻ എമോഷണൽ ബാലൻസ്. വികാരത്തെ നമ്മൾ പിടിച്ചു നിർത്തുക. കാരണം എന്താ വെച്ചാൽ സ്ട്രെസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാം, കരയാം, ദേഷ്യം വരാം, സങ്കടം വരാം, നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ വരാം. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സെൽഫ് ഇമേജിനെയാണ് ബാധിക്കുന്നത്. അപ്പം സെൽഫ് ഇമേജിനെ പോസിറ്റീവ് ആക്കുക. എന്നിട്ട് എമോഷണൽ ബാലൻസിങ് ഉണ്ട്. എമോഷണൽ ബാലൻസ് സങ്കടം ഉണ്ടാകരുതെന്നോ ദേഷ്യം ഉണ്ടാകരുതെന്നോ ഉള്ളതല്ല, അതൊരു ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരണം. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ചേഞ്ചസ് ഉണ്ടാകും. എക്സ്റ്റേണൽ ചേഞ്ചസിനകത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള ചേഞ്ചസിൽ ഒന്നാണ് സെൽഫ് ഇമേജ് നഷ്ടപ്പെടുക. അപ്പം ആ സെൽഫ് ഇമേജ് ഉണ്ടാക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയെ നമ്മൾ ബാലൻസ് ചെയ്യിക്കുക. പോസിറ്റീവ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ ചെയ്യുക. കാരണം ഇപ്പം സ്ട്രെസ് ഉണ്ടാകുമ്പം ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ് പോകാൻ ഒരു കാരണം കമ്മ്യൂണിക്കേഷൻ പോകുന്നതാണ്. സ്ട്രെസ് കൂടുന്നതുകൊണ്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. അപ്പം കോപ്പി ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെസ്സുമായിട്ട് കോപ്പി ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊആക്റ്റീവ് കോപ്പിങ്, അവോയ്ഡൻസ് കോപ്പിങ്. പ്രൊആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രെസ് വരുന്നതിന് മുൻകൂട്ടി തന്നെ അത് സ്ട്രെസ്സാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ തന്നെ അവോയ്ഡ് ചെയ്യുക. ഇതിന് പ്രൊആക്റ്റീവ് കോപ്പിങ്. പ്രൊആക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളൊരു സംഗതി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കി ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്, എന്നിട്ട് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പം പ്രൊആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. ഇനി വേറെ രീതിയിൽ നമുക്ക് ഇതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഒരു സംഗതി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന, ഉദാഹരണത്തിന് പെട്ടെന്ന് മഴ വരും എന്ന് നമ്മൾ പറയാം. അപ്പം മഴ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നേരിടണം അതിനെ, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാം. വെള്ളപ്പൊക്കം വന്നാൽ എങ്ങനെ നേരിടാം. അപ്പം ആ വെള്ളപ്പൊക്കം വന്നാൽ എങ്ങനെ നേരിടാം എന്ന് നമുക്കറിയില്ലാഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പ് വെള്ളപ്പൊക്കം വന്നത് നമ്മൾ ബുദ്ധിമുട്ടത്. അപ്പോൾ ഇപ്പോൾ പ്രൊആക്റ്റീവായി. അപ്പം മഴ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബാക്കിയുള്ള എന്തൊക്കെയാണ് നമ്മൾ നോക്കി റിസോഴ്സസ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്തു, എന്നിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മൾ നേരിട്ടു. അപ്പോൾ എത്ര പേരെ മാറ്റി താമസിപ്പിക്കണം, എവിടെയൊക്കെ വെള്ളം പൊങ്ങിയാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം, അവരെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും അസുഖം വന്നാൽ എങ്ങനെ നേരിടണം, എല്ലാം നമ്മൾ പ്രൊആക്റ്റീവാണ്. നമ്മളൊരു സ്ട്രെസ് വരുമോ വരാതിരിക്കുക എന്നുള്ള പിന്നത്തെ പ്രശ്നമാണ്. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരെ വന്നാൽ അതിനെ എങ്ങനെ നേരിടും. അപ്പോൾ പ്രൊആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. അപ്പോൾ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ദെൻ നമ്മൾ ഐഡൻറ്റിഫൈങ് ആൻഡ് ആൻറ്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ്സസ്. ഏതൊക്കെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഐഡൻറ്റിഫൈങ് ഓർ ആൻറ്റിസിപ്പേറ്റിംഗ്. ഐഡൻറ്റിഫൈ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഒരു സ്ട്രെസ്സിനുള്ള റീസൺസ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈങ് ആൻഡ് ആൻറ്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ്സസ്. ദെൻ ഇനിഷ്യൽ അപ്രൈസൽ. ഒരു കാര്യത്തിന് നമ്മൾ ഉടനെ തന്നെ ഒറ്റയ്ക്ക് അതിന് ഒരു വിലയിരുത്തൽ നടത്തുക. ഇനിഷ്യൽ അപ്രൈസൽ, വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതാണ് എന്ന് നമ്മൾ തന്നെ ഒരു വിലയിരുത്തൽ നടത്തുക. ദെൻ പ്രിലിമിനറി എഫേർട്സ് ടു കോപ്പി വിത്ത് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. എന്നിട്ട് പ്രിലിമിനറി, അതായത് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഉടനെ ഒരു സ്ട്രെസ് ഉണ്ടായാൽ നേരിടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവെയർ ആകുക. ദെൻ സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. അതായത് നമ്മൾ എന്നിട്ട് ഈ പ്രാവശ്യം ഒരു സ്ട്രെസ് ഉണ്ടായപ്പം
നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു. അത് ശരിയായോ? അത് ശരിയായെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. വീണ്ടും അതേ രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അത് ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത് ആ മെത്തേഡ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിക്കാം. അപ്പം സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിന് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് പ്രോബ്ലം സോൾവിങ് പോലെയാണ്. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പം അത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഹൈപ്പോത്തസിസിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറേ റിസോഴ്സസ് നമ്മൾ കൊണ്ടുവരിക. ആ റിസോഴ്സ് വന്നിട്ട് ഏതെങ്കിലും ഒരു റിസോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. അത് വിജയിച്ചാൽ പ്രോബ്ലം സോൾവ്, ഇല്ലെങ്കിൽ വേറൊന്നും എടുക്കും അതിനകത്ത്, എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പം ഇതേ പ്രോബ്ലം സോൾവിങ് തന്നെ പോലെ തന്നെയാണ് സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് എമോഷൻ ഫോക്കസ് കോപ്പിംഗ് ആൻഡ് പ്രോബ്ലം ഫോക്കസ് കോപ്പിംഗ് രണ്ട് തരത്തിലാണ് നമുക്ക് നമ്മൾ സ്ട്രെസ്സിനെ നേരിടും. ഒന്ന് എമോഷണൽ ബേസ്, വൈകാരികമായി, അതായത് ഈ സ്ട്രെസ് ഉണ്ടാകുമ്പം എന്താണ് നമുക്ക് വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എന്നിട്ട് ആ സിറ്റുവേഷനെ നമ്മൾ മാറ്റുകയല്ല നമ്മൾ ചെയ്യുന്നത്, ആ സിറ്റുവേഷനെ അനുകൂലിച്ച് നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ള രീതിയിൽ പോകണം. അതാണ് എമോഷണൽ ഫോക്കസ് കോപ്പിംഗ് ആൻഡ് പ്രോബ്ലം ഫോക്കസ് കോപ്പിംഗ് ആദ്യത്തെ. അപ്പം ഇതിനകത്ത് എമോഷൻ, ആ സിറ്റുവേഷനെ നമ്മൾ മോഡിഫൈ ചെയ്യില്ല, നമ്മൾ ഒരു പോസിറ്റീവായിട്ട് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് എമോഷണൽ ഫോക്കസ് കോപ്പിംഗ് എന്ന് പറയുന്നത്. പ്രോബ്ലം ബേസ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, അതിൽ തന്നെ എമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ സിറ്റുവേഷനുകളൊന്നും നമ്മൾ ഇത് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ആയതുകൊണ്ട് ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് പ്രോബ്ലം സോ ദാറ്റ് ഈദർ ഡീൽ വിത്ത് ഓർ മോഡിഫൈ. ഒന്നെങ്കിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം, പ്രോബ്ലം കുറച്ചുള്ളതാക്കാം. ദെൻ റിലാക്സേഷൻ ടെക്നിക്സ്, ഇതാണ് കൂടുതലും നമ്മൾ ചെയ്യുന്ന കാര്യം. റിലാക്സേഷൻ ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. റിലാക്സേഷൻ ടെക്നിക്സ് പല രീതിയിലുള്ള റിലാക്സേഷൻ. ഒന്ന് ജാക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്. ജാക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക് എന്ന് വെച്ചാൽ കാലിൻ്റെ പാദം മുതൽ നമ്മൾ ടൈറ്റാക്കുക, റിലാക്സ് ചെയ്യുക, അങ്ങനെ വന്നിട്ട് ദ ഹോൾ ബോഡി നമ്മൾ റിലാക്സ് ആക്കി കഴിയുമ്പോൾ എല്ലാം പറഞ്ഞ് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ അതിന് സ്ട്രെസ് കൊടുക്കുക. അതായത് കാലിൻ്റെ പാദം മുതൽ നമ്മൾ സ്ട്രെസ് കൊടുത്തു, റിലാക്സ് കൊടുത്തു. പാദം, കാഫ് മസിൽസ്, നീ മസിൽസ്, തൈ മസിൽസ്, പെൽവീസ്, ചെസ്റ്റ്, ഷോൾഡർ, ഹാൻഡ്സ്, ബാക്ക് ബോൺ എല്ലാം നമ്മൾ ഫുൾ പ്രഷർ ചെയ്തു, നമ്മൾ ടെൻഷൻ വരുത്തി, എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മടക്കുക, തിരിക്കുക. അപ്പം സ്ട്രെസ് വരുന്ന സമയത്ത് മടക്കുക നോക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം റിലാക്സേഷൻ ടെക്നിക്സ് ആണുണ്ട്. ഈ റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അത് ഒരേ സ്ഥലത്തിരുന്ന് കഴിയുന്നത്ര ഒരേ സമയത്ത് ചെയ്യുക. രാവിലെ നമ്മൾ വന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. ഒരു സ്ഥലത്തായിരിക്കണം. ഇന്നിപ്പോൾ ഇവിടെ ചെയ്തു, അടുത്ത ദിവസം വേറെ ചെയ്തു, അങ്ങനെയല്ല. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുക. ആ സ്ഥലത്ത് നമ്മൾ ഇരിക്കുക. കഴിയുന്നത്രയും അതേ സ്ഥലത്ത് തന്നെ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ദ നീഡ്സ് ടു ക്യാരി ഔട്ട് എ ടൈം വെൻ ദെയർ ആർ ലീസ്റ്റ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ എപ്പോഴാണ് റിലാക്സേഷൻ ചെയ്യുക? വലിയ ശല്യമൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശല്യം ഉണ്ടായിരിക്കും, ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കുന്ന സമയത്ത് വേണം ചെയ്യാനായിട്ട്. എപ്പോഴും റിലാക്സേഷൻ ടെക്നിക്സ് തന്നെ ഫുൾ ബോഡി റിലാക്സേഷൻ ആണ് ചെയ്യുന്നത്. ആ സമയത്ത് വേറെ സ്ട്രെസ്സുകളൊന്നും വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് അധികം സ്ട്രെസ്, ഈ പ്രോബ്ലം ഇല്ലാത്ത, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത സ്ഥലത്ത് വേണം ചെയ്യാനായിട്ട്. പക്ഷേ റിലാക്സേഷൻ ടെക്നിക്സ് വേറൊരു മെത്തേഡും ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് സെൻ ബുദ്ധിസ്റ്റ് റിലാക്സേഷൻ ടെക്നിക്സ്. അവർ ഒന്നിനെ നമ്മൾ എതിർക്കുകയല്ല, അതിനോട് നമ്മൾ ചേരാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുകയാണ്. അതിനൊരു ബുദ്ധിസം പഠിക്കാൻ പോയ ഒരു വ്യക്തിയുടെ കഥ തന്നെയുണ്ട്. അയാൾ റിലാക്സ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധഭിക്ഷുവിൻ്റെ അടുക്ക് ചെന്നു. ബുദ്ധഭിക്ഷു പറഞ്ഞു, ശരി, പഠിക്കണമെങ്കിൽ
അവിടെ തൊട്ടൊരു അമ്പലമുണ്ട്, അവിടെ പോയിരുന്നിട്ട് നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പം ആള് പ്രാർത്ഥിക്കാൻ അവിടെ പോവാണ്. പോകുന്ന സമയത്ത് ഭയങ്കര ബഹളം അവിടെ നടക്കുകയാണ്. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സ്വാമി എനിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. സ്വാമി പറഞ്ഞു, എന്ത് പറ്റി? അവിടെ ഭയങ്കര ശബ്ദമാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നീ സാഹചര്യത്തിൽ വേണം, ആ സാഹചര്യം എന്ത് ചുറ്റുപാടുകൾ ഉണ്ടായാലും അതിനെ അതിജീവിച്ചിട്ടുള്ളൊരു മെഡിറ്റേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിന് നിന്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ബുദ്ധഭിക്ഷു പറയും. ഇത് കുറേ ദിവസം കൊണ്ട് പോയി പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് അത് ശീലിച്ചു. അപ്പോൾ ശബ്ദം വന്നു കഴിഞ്ഞാലും എന്ത് ബഹളം ഉണ്ടായാലും അതിനെ അതിജീവിച്ച് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാർ, അപ്പുറം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ പോയി. അപ്പം വീണ്ടും ഇദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യുന്ന കഴിഞ്ഞാൽ മെഡിറ്റേഷൻ പറ്റുന്നില്ല. ഉടനെ ബുദ്ധഭിക്ഷുവിൻ്റെ അടുത്ത് തിരിച്ചെന്ന് പറഞ്ഞു, എനിക്ക് അവിടെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് എന്ത് പറ്റി? ഇന്നും അവിടെ ശബ്ദമില്ല. അപ്പം നീ ആദ്യം പറഞ്ഞ്, നിങ്ങളല്ലേ പറഞ്ഞ് അവിടെ ശബ്ദമുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ അതിനെ അതിജീവിച്ചു. ഇപ്പം അതില്ല. അപ്പം അതില്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹം ബുദ്ധഭിക്ഷു പറഞ്ഞു എന്നാണ് പറയുന്നത്, ഏത് സാഹചര്യത്തിലിരുന്നാലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണം. ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിലിരുന്ന് നമ്മൾ അതിനെ റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റണം. ഇതാണ് നമ്മൾ ഒരു റിലാക്സേഷൻ ടെക്നിക്സിൻ്റെ ഒരു കാര്യം. നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് കാര്യങ്ങളെ മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. പിന്നെ എനി ഡ്രഗ്സ് ഓർ മെഡിക്കേഷൻ ബി യൂസ് ഫോർ റിലാക്സേഷൻ ദോസ് മെഡിക്കേഷൻ ബൈ പ്രാക്ടീസ് ആഫ്റ്റർ സീക്കിംഗ്. ഏതെങ്കിലും സ്ട്രെസ് റിലാക്സേഷന് മെഡിസിൻ വേണം എന്ന് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ ആളുടെ, പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ മേൽനോട്ടത്തിലേ അത് മരുന്ന് കഴിക്കാവുള്ളൂ. അല്ലെ വെറുതെ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. പല മരുന്നുകളും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഏതെങ്കിലും മരുന്ന് റിലാക്സേഷൻ എന്ന് പറഞ്ഞ് കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലായിരിക്കും, അല്ലെങ്കിൽ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് ചെയ്യാവുള്ളൂ. അല്ലാതെ വെറുതെ മരുന്നെടുത്ത് കഴിക്കാൻ പാടില്ല റിലാക്സേഷൻ. അപ്പം അതുപോലെ തന്നെ തലവേദന, നടുവേദന, നടുവിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഒന്ന്, ചെയ്യുന്ന ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ ഒരിടത്തിരുന്ന് ചെയ്യുക. രണ്ടാമത് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് കുറവുള്ള സ്ഥലത്തിരുന്ന് ചെയ്യാം. ഔട്ട് ക്യാരിഡ്, പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ടൊന്നും പോയിട്ടില്ല. റിലാക്സേഷൻ ടെക്നിക്സൊക്കെ വളരെ സമയമെടുത്ത് വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ടതാണ്. മെഡിസിൻസ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനിലെ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ മാത്രമേ അത് ഡ്രഗ്സ് ഉപയോഗിക്കാവൂ. പിന്നെ ഏതെങ്കിലും ശാരീരികമായ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വേണ്ട സഹായങ്ങൾ നേടിയിട്ടേ മെഡിറ്റേഷൻ ഇരിക്കാവുള്ളൂ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് ആൻഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ നിറയ്ക്കുക, ഒന്നിനും നോ എന്ന് പറയുകയല്ല. അപ്പോൾ മെഡിറ്റേഷൻ എപ്പോഴും ഉദ്ദേശിച്ചാണ്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ആണ്. അപ്പം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ. അപ്പം സാധാരണഗതിയിൽ മെഡിറ്റേഷനൊക്കെ നമ്മളൊരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ മെഡിറ്റേഷൻ പോകുന്നത്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടിട്ട് ആ രീതിയിൽ മനസ്സിനെ കൊണ്ടുവരുന്നതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, അതീന്ദ്രിയ ധ്യാനം. നമ്മുടെ ഈ ഇന്ത്യൻ ഫിലോസഫിയിലെ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷനാണ് കൂടുതൽ പറയുന്നത്. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ പെരുമാറ്റങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം നമ്മുടെ കർമ്മമാണ്. അപ്പം കർമ്മത്തെ അതിജീവിച്ച് ആ ആത്മജ്ഞാനം ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നതാണ് ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തൊക്കെ നമ്മൾ വിജയിക്കുകയും ഈ മെഡിറ്റേഷനൊക്കെ സ്പിരിച്വാലിറ്റിയാണ് കൂടുതലും ഇതിനകത്ത് ചെയ്യുന്നത്. ദെൻ ഗൈഡഡ് മെഡിറ്റേഷൻ, ആരെങ്കിലും ഒരാൾ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന് നമ്മളെ എഴുതി മെഡിറ്റേഷൻ ചെയ്യിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഗൈഡഡ് മെഡിറ്റേഷൻ. അത് നമുക്ക് ഡയറക്ഷൻ വരുന്നത് ഗുരുവിൻ്റെ കീഴിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വിപാസന മെഡിറ്റേഷൻ അടുത്തത്. ദെൻ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ, അതായത് മറ്റുള്ള ജീവികളുടെ സഹാനുഭൂതി നമ്മൾ കാണിക്കുന്ന ഒരു മെഡിറ്റേഷൻ.
അപ്പം നമ്മൾ എല്ലാ ദിവസവും അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ. കാരണം അവരെ മനുഷ്യനായിട്ട് നമ്മൾ കാണുന്നതാണ് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ചക്ര മീൻസ് വീൽ. അപ്പോൾ പല ചക്രം, കുണ്ടലിനിരിക്കുക, നമ്മുടെ തലച്ചോറിനകത്തുള്ള മസിൽസിനെ ഇരിക്കുക, ശരീരത്തിൻ്റെ പുറകിലുള്ള മസിൽസിനെ ഇരിക്കുക, അങ്ങനെ വന്നിട്ട് അതാണ് ചക്ര മീൻസ്. ഒരു ചക്രം കാലിൻ്റെ പാദം മുതൽ തലച്ചോറ് വരെ, തലച്ചോറ് മുതൽ തിരിച്ച് കാലിൻ്റെ പാദം വരെ. പിന്നെ വിപാസന, ദാറ്റ് ഈസ് കോൾഡ് ചക്ര മീൻസ് വീൽ മെഡിറ്റേഷൻ ആണ്. സാധാരണ ഇവിടെ ചെയ്യുന്ന മെഡിറ്റേഷനിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ, വിപാസന മെഡിറ്റേഷൻ, ലവിങ് മെഡിറ്റേഷൻ, ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ, ഇനി ഒത്തിരി ധാരാളം രീതികൾ മെഡിറ്റേഷനിലുണ്ട്. നമ്മൾ പാട്ട് പാടുക, ദൈവത്തെ ഭജനം ചെയ്യുക, സത്സംഗം ചെയ്യുക, ഇതൊക്കെ നമ്മൾ മെഡിറ്റേഷൻ തന്നെ നമ്മൾ പെടുത്തിയിരിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് ആ മെഡിറ്റേഷനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് പല ഡയറക്ഷൻസ് തരും, നമ്മുടെ മനസ്സിനെ വേറെ മാറ്റിയെടുക്കുക. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഇത് കൂടുതലും നമ്മൾ മെഡിറ്റേഷൻ പറയുന്നതൊക്കെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് മെഡിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലാണ് കൂടുതൽ മെഡിറ്റേഷനുള്ള ഇതും ദൈവികമായിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫി പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോട് പെരുമാറുന്നതാണെങ്കിലും അവന് സ്പിരിച്വാലിറ്റി, മതപരമായിട്ട് ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിനെയാണ് സ്ട്രെസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് അതുകൊണ്ടാണ് വർഷിപ്പ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പം സൂര്യനെ വർഷിപ്പ് ചെയ്യും, മരങ്ങളെ വർഷിപ്പ് ചെയ്യും, ഭൂമിയെ വർഷിപ്പ് ചെയ്യും. ഇങ്ങനെ വരുന്ന ഒരു തരത്തിലുള്ള ആ മെഡിറ്റേഷനൊക്കെ നമ്മൾ അവസാനം ഈ മെഡിറ്റേഷനൊക്കെ സ്പിരിച്വാലിറ്റിയൊക്കെ ആധ്യാത്മികമായി നമ്മൾ ഉയരുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുവന്നതാണ്. അത് സെൽഫ് അവെയർനെസ്, നമ്മളെ തന്നെ, അത് ഞാനെന്ന ഭാവം അത് തോന്നായി വരെയാണ് മിക്കുന്നത്. ഒന്നാകി ഗലവും ഞാനെന്ന് തോന്നണം. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പം എൻ്റെ മനസ്സ് എനിക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്കൂടെ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം അതാണ് മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പം ആ ഗൈഡഡ് മെഡിറ്റേഷനുണ്ട്, വിപാസന മെഡിറ്റേഷനുണ്ട്, ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷനുണ്ട്, ആൻഡ് ചക്ര മീൻസ് വീൽ മെഡിറ്റേഷനുണ്ട്. അപ്പം ഇത്രയും തരത്തിലുള്ള മെഡിറ്റേഷൻസ് ആണ്. ഇനി കൂടുതൽ മെഡിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിനെ പഠിക്കുന്ന ഇത്രയേ ഉള്ളൂ. പിന്നെ യോഗ എന്ന് പറയുന്നത് നമ്മൾ യോഗ ആസനങ്ങളെയാണ്. ഇപ്പോൾ യോഗ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. യോഗാസനങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യോഗ എന്ന കർമ്മയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്. അത് നമ്മൾ നമ്മുടെ സ്ട്രെസ് ചെയ്യാൻ കർമ്മയോഗം. കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. ഓരോരുത്തർക്കും ഓരോ കർമ്മമുണ്ട്, കർമ്മം പറഞ്ഞിട്ടുണ്ട്. ഈ കർമ്മം പണ്ട് ഈ കർമ്മം എന്ന് പറയുന്നത് വേറൊരു തലത്തിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഓരോരുത്തരും അവനവൻ്റെ ജോലി ചെയ്യുക. ആ ജോലി ഇപ്പോൾ ശൂദ്രനായ ഒരു ജോലി, ക്ഷത്രിയനായ ഒരു ജോലി, ബ്രാഹ്മണനായ ഒരു ജോലി, അപ്പം ഇങ്ങനെ പലർക്കും പല രീതികൾ, പല ജോലികൾ കൊടുത്തിരുന്നു. അത് കർമ്മം ആണ്. ആ കർമ്മമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കർമ്മയോഗ. നമ്മുടെ ജോലി ചെയ്യുക. നമ്മുടെ ജോലി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാം. അപ്പോൾ കർമ്മയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ, അങ്ങനെ പല യോഗ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്. രാജയോഗ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓരോ യോഗത്തിലും ഓരോരുത്തർ ചെയ്യേണ്ടത്. ഇവിടെ കർമ്മയോഗ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ മാത്രമാണെന്നും അതിൻ്റെ സകലമായ ഉത്തരവാദി ഞാനാണെന്ന് തിരികെ കർമ്മയോഗ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ചെയ്യുന്ന ഒരു സംഗതി, മറ്റുള്ളവർക്ക് സന്തോഷം വരത്തൊക്കെ വേണം, നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാകത്തൊക്കെ വേണം ചെയ്യുന്ന കർമ്മയോഗ എന്ന് പറയും. അപ്പം നമ്മൾ ചെയ്യാനുള്ള, കുട്ടികളെ പഠിക്കാനുള്ള പഠിക്കുക, കുട്ടികളുടെ കർമ്മം അതാണ്. കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തെ വളരെ സന്തോഷകരമായിട്ട് നമ്മൾ കൊണ്ടുപോവുക, അത് നമ്മുടെ കർമ്മമാണ്. ഒരു സ്ത്രീ ആണെങ്കിൽ കുടുംബത്തെ നോക്കുകയാണ് അവരുടെ കടമ, നമ്മുടെ കുടുംബത്തെ നോക്കുക. ഇതെല്ലാം കർമ്മയോഗമാണ്. ഭക്തിയോഗ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ദൈവത്തിലേക്ക് അടുക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഭക്തിയോഗ വെച്ചിരിക്കുക. കാരണം സ്പിരിച്വലാണ്. അവിടെ ഭജനയും കാര്യങ്ങളും സത്സംഗവും കാര്യങ്ങളെല്ലാം പറയും. അപ്പം അവിടെ
പ്യുവർലി നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ മോൾഡ് ചെയ്യാണ് കർമ്മയോഗ. ദെൻ ഭക്തിയോഗ, അവിടെ ഭജനം. അപ്പോൾ പല രീതിയിലുള്ള ഭക്തിയോഗങ്ങളുണ്ട് നമുക്ക് പ്രിവെയിലിംഗ് ആയിട്ടുണ്ട്. അപ്പം പല ഭക്തികൾ, കാരണം നമ്മൾ പാട്ട് പാടുക, ദൈവത്തെ ഭജിക്കുക, നാമം ജപിക്കുക, ഫുള്ളായിട്ട് നമ്മൾ സന്യാസം ഇരിക്കുക, ഇതൊക്കെ ഭക്തിയോഗപ്പെട്ടതാണ്. പിന്നെ ജ്ഞാനയോഗ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിസ്ഡമാണ്. എന്ത് കാര്യത്തെക്കുറിച്ച് ഒരു അറിവ് എന്ന് പറയുന്നത് അതാണ് ജ്ഞാനയോഗം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്ഡമാണ്, നോളജാണ്, അറിവാണ്. അപ്പം 3 യോഗയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്: കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. ദെൻ ആസനാസ് ഓരോ പോസ്റ്ററുകളാണ്. കാരണം അത് യോഗ ആസനം എന്ന് പറയുന്നത് ഓരോ പ്രത്യേക സാഹചര്യം, പ്രത്യേക രീതിയിൽ നമ്മൾ ഇരിക്കുക, പോസ്റ്റ് ചെയ്യുക, ബോഡിയെ നമ്മൾ പോസ്റ്റ് ചെയ്യുക. പത്മാസന, 2 കാലുകളും തുടയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് ഇരിക്കുന്ന, 2 കാലുകളും തുടയിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ മെഡിറ്റേഷന് പോവുക. അതാണ് പത്മാസന എന്ന് പറയുന്നത്. പത്മ ആസനത്തിൽ ഇരിക്കുക. ദെൻ സുഖാസന നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സുഖാസന എന്ന് പറയും. ദെൻ സിദ്ധാസന ഇരിക്കുന്നത്, ഈ സുഖാസന എന്ന് പറയുന്ന കാല് നമ്മൾ 2 കാലും ഒരേ സൈഡിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അതിനകത്ത് കൂടുതലും നമ്മുടെ ജനേന്ദ്രിയത്തിലേക്ക് അതിന് പ്രഷർ കൊടുക്കും. സുഖാസന ആയിരിക്കും. സിദ്ധാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ആ സിദ്ധാസന ചെയ്യുമ്പോഴാണ് നമ്മൾ കൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പറയുക. സിദ്ധാസന ആ ഒരു ആധ്യാത്മികമായിട്ട് ഇരിക്കുന്ന പോസ്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്യുക, നമ്മൾ ഇത് ചെയ്യുക, എന്നിട്ട് ഭജിക്കുക. ദെൻ വജ്രാസന, മുട്ട് മടക്കിയിരിക്കുന്നത് തന്നെ വജ്രാസന. ത്രികോണാസനം നിന്നിട്ട് കൈ സൈഡിലേക്ക് കൊണ്ടുപോകും, ഒരു ത്രികോണത്തിന്റെ രീതിയിൽ നമ്മൾ നിൽക്കുക. ത്രികോണാസന. ദെൻ ഭുജംഗാസന. ഭുജംഗം എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു ഇതാണ്, അതിൻ്റെ ഒരു പോസ്റ്റ് ഭുജംഗാസന. കാരണം ഇത്രയും ആസനസാണ് സാധാരണഗതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. പത്മാസന, സുഖാസന, സിദ്ധാസന, വജ്രാസന, ത്രികോണാസന ആൻഡ് ഭുജംഗാസന. നെക്സ്റ്റ് വെച്ചാൽ പ്രാണായാമം എന്നാണ്. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്ത് എടുക്കുക, വിടുക, ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ബ്രീത്ത് അകത്തേക്ക് എടുക്കുക, ബ്രീത്ത് എന്നിട്ട് പുറത്തേക്ക് വിടുക. ഇതാണ് പ്രാണായാമം. പ്രാണായാമത്തിന് കൂടുതലും മെഡിറ്റേഷനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശ്വാസം വലിച്ചെടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, ഫുൾ റിലാക്സ് ചെയ്യുക, ഇതൊക്കെയാണ് പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. അല്ലെങ്കിൽ ഇത് പ്രാണായാമം ഒരു ടൈപ്പ് ഓഫ് ആസനസ് ആണ്. പിന്നെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുക, അനുഭവങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു, അതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതിനകത്ത് ഒരു സംഗതി റീസ്ട്രക്ചർ ചെയ്യണം, നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറ്റുക. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിനകത്ത് ഒരു ടെക്നിക്ക് കോഗ്നിറ്റീവ് സ്ട്രക്ചറിങ്ങാണ്. പിന്നെ ABCD ടെക്നിക്സ് ഓഫ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ. നമ്മളൊരു ബിഹേവിയറിനെ എങ്ങനെ സ്ട്രെസ്ഫുൾ നമ്മൾ രക്ഷപ്പെടുത്തും. അപ്പോൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പെർസെപ്ഷന്, കോഗ്നിഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് പെർസെപ്ഷൻ, ചിന്താഗതി എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെസ്സിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അവരെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് നമ്മൾ മാറ്റി ചിന്തിക്കുക. ദെൻ ABCD ടെക്നിക്സ്. ഇതെന്ന് ABCD ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയറിൻ്റെ തന്നെയാണ്. അപ്പം ഇത് ഈ REBT എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൽബർട്ട് എല്ലീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ ABCD ഓർ റെപ്പ് എന്ന് പറയുന്ന ടെക്നിക്ക് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. അപ്പം ഇത് തുടങ്ങിയത് ആൽബർട്ട് എല്ലീസ് എന്ന് പറഞ്ഞ ആളാണ്. ഇതിനകത്ത് ആക്ടിവിറ്റി, ഏതെങ്കിലും ഒരു ഈവൻ്റ് ഉണ്ടാകുക, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, എന്നാലത് തിയറിയായിട്ട് നമ്മൾ പഠിക്കാൻ, ഒരു ഈവൻ്റ് ഉണ്ടാകുക.
ദാറ്റ് ആക്ടിവേറ്റിംഗ് ഈവൻറ്റ്. പിന്നെ ബിലീഫ്, അത് ആ വിശ്വാസം എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ സംഭവിച്ച റാഷണലായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്താ വേണ്ട. അപ്പം നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മളതിൻ്റെ റാഷണൽ ചിന്തിക്കാനായിട്ട് നമുക്ക് മാത്രമല്ല ധാരാളം ആൾക്കാർക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ഈവൻ്റ് വരുന്നു, ആ ഈവൻ്റ് നമ്മൾ റാഷണലായിട്ട് ശരിയാണോ തെറ്റാണോ നമ്മൾ തീരുമാനം എടുക്കുന്നു. അതിൻ്റെ കോൺസിക്വൻസ്, എമോഷണൽ ബിഹേവിയർ കോൺസിക്വൻസ് ഒക്കെ നമ്മൾ നോക്കുന്നു. ദെൻ ഡിസ്പ്യൂട്ടഡ്. അപ്പം അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ നമ്മൾ ചിന്തിച്ചു, അതിനെക്കുറിച്ച് നമ്മളൊരു ഫോർമുല ഉണ്ടാക്കി, ഒരു തീരുമാനം ഉണ്ടാക്കി. ദെൻ ആ ഇതിനെ ഈ എഫക്റ്റീവ് ആക്കുക. അപ്പം ഇത്രയാണ് നമ്മൾ ABCDE ടെക്നിക്ക് എന്ന് പറയുന്നത്. A ഫോർ ആക്ടിവേഷൻ, B ഫോർ ബിലീഫ്, C ഫോർ കോൺസിക്വൻസ്, D ഫോർ ഡിസ്പ്യൂട്ട് ആൻഡ് E ഫോർ ഇഫക്റ്റ്. അപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ ഇങ്ങനെ കോഗ്നിറ്റീവ് ഉണ്ട്, പിന്നെ ABCD ടെക്നിക്സ് ഉണ്ട്. ദെൻ ടൈം മാനേജ്മെൻറ്റ്, ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, എപ്പോഴും സ്ട്രെസ് നമുക്കുണ്ടായതിൻ്റെ ഒരു കാരണം നമ്മുടെ പ്യുവർ ടൈം മാനേജ്മെൻറ്റാണ്. അപ്പം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈമിനെ നമ്മൾ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഞാനെപ്പോഴും പറഞ്ഞത് ടൈം എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പൈസയായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഈ പൈസയെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. എപ്പോഴും ടൈം മാനേജ്മെന്റ് ഞാൻ ടൈം ബഡ്ജറ്റിംഗ് എന്നാണ് പറയുന്നത്. ആ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു ദിവസം 100 രൂപ കിട്ടുന്നവർ 100 രൂപ കൊണ്ടുപോയി സമ്പാദിച്ച് വെക്കുന്നതല്ല ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ നടക്കണം, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കണം, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടൈം മാനേജ്മെന്റ് കോൾ ടൈം ബഡ്ജറ്റിംഗ്. 24 മണിക്കൂറിനെ നമ്മൾ എത്രയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, അപ്പോൾ പലതിനും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റേജ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാനുണ്ട്, അപ്പോൾ നാളെ എനിക്കൊരു 10 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ 10 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ടൈം മാനേജ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഇതിനെ ലിസ്റ്റ് ചെയ്യും. എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യും, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എപ്പോഴും ഞാൻ പിള്ളേരുടെ കുട്ടികളുടെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നത്, ടൈം മാനേജ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസേഷൻ നടത്തുക. നമ്മൾ എന്തൊക്കെ നാളെ ചെയ്യാനുള്ള എഴുതി വെക്കുക. പക്ഷെ അതുകൊണ്ട് തീരുകയില്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാനുള്ളതോട് എഴുതി വെക്കുക. അപ്പം അതിനെ എന്നിട്ട് നമ്മൾ ഇപ്പം ഇത്ര കാര്യങ്ങൾ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ടാമത് ചെയ്യും, മൂന്നാമത് ചെയ്യേണ്ട കാര്യങ്ങളെ വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം 1, 2, 3, 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിക്കുക. അത് കഴിഞ്ഞ് താഴോട്ട് പോവുക. അപ്പോൾ അതായത് പ്രയോറിറ്റൈസേഷൻ നടത്തുകയാണ്. ആ പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാണ് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ മുൻഗണന കൊടുക്കുക. ഇപ്പം സ്കെഡ്യൂളിങ്, എന്ത് സാഹചര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് സ്കെഡ്യൂൾ വേണം. അത് നമ്മൾ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും, ഇത്ര മണിക്ക് കിടക്കും, ഇത്ര മണിക്ക് ഇന്നത് വായിക്കും, ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര സമയം നമ്മൾ ചിലവഴിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മൾ സ്കെഡ്യൂൾ വെച്ചിരിക്കുക. അപ്പോൾ ആ സ്കെഡ്യൂളിൽ നിന്ന് മാറരുതെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ആ സ്കെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് മാറാം. അപ്പം പ്രയോറിറ്റി ചെയ്തു, സ്കെഡ്യൂൾ ചെയ്തു. അപ്പോൾ പ്രയോറിറ്റി ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു, ഒരിക്കലും ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ സ്കെഡ്യൂൾ ചെയ്യുക. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പം ഒരു കടയിൽ കയറിയാൽ ഒരു 10 കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ നമ്മൾ കിട്ടും, അവിടെ എന്തൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, അപ്പം അതിന് മുമ്പ് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത കഴിഞ്ഞ് ക്ലസ്റ്ററിലേക്ക് പോകാം. ഇത് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുക. അപ്പം അതിന് ഓരോരോ ക്ലസ്റ്റർ, ഓരോരോ ഏരിയയിൽ കൊടുത്തു നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മളതിനെ ക്ലസ്റ്റർ ചെയ്ത് ടൈം ബോക്സിങ്, ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കാം. ഡിസ്മാൻഡ്ലിങ് എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു വിട്ട് അടുത്തതിലേക്ക് നമ്മൾ തുടങ്ങുക. എക്സിക്യൂഷൻ, നടപ്പാക്കുക. ഈ എക്സിക്യൂഷനിലാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും വലിയ പ്രശ്നം. സമയത്ത് ഒരു കാര്യം ചെയ്തു തീർക്കാൻ പറ്റാതെ വരിക. അപ്പം ടൈം മാനേജ്മെൻറ്റ്
പ്രയോറിറ്റൈസേഷൻ എന്ന് വെച്ചാൽ മുൻഗണനാ ക്രമത്തിൽ നമ്മൾ അതിനെ വെക്കുക. പിന്നെ അതിനെ എപ്പോൾ ചെയ്യണം ഏതെന്നുള്ള സ്കെഡ്യൂൾ ചെയ്യണം. ക്ലസ്റ്റർ തിരിക്കുക ഓരോ രീതി. അപ്പം ക്ലസ്റ്റർ തിരിക്കുമ്പോൾ ഒരു കാര്യം, ഇപ്പം നമുക്കിപ്പം ഒരു വഴിയിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമുണ്ട്. പോകേണ്ട കാര്യത്തിൽ ക്ലസ്റ്റർ തിരിക്കുക. ഇന്ന കാര്യങ്ങൾ ഇന്നടത്ത് കിട്ടും. അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന സാധനം ടോയ്ലറ്ററീസ് ഇവിടെ സോപ്പുകളായിട്ട്, ഇവിടെ കുക്കിങ്ങുകൾ, ഇവിടെ ഇങ്ങനെ. കാരണം അത് സ്കെഡ്യൂൾ ചെയ്യുന്നതാണ്. നമ്മുടെ സ്കെഡ്യൂളിങ് അതല്ല. നമ്മുടെ സ്കെഡ്യൂളിങ് ഇപ്പം ഞാൻ ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് പോകുന്നു. അപ്പം എനിക്ക് 4-5 കൂട്ടം കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് നമുക്ക് വാങ്ങിക്കേണ്ട കുറേ ലിസ്റ്റ് വരും. സാധനങ്ങളുടെ കുറേ ലിസ്റ്റ് തന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് മുൻഗണന ഏതിനൊക്കെയാണ്. നാളെ ഒരു അരി വാങ്ങിക്കണം, അത് 2 ദിവസം കഴിഞ്ഞ് വെച്ചാൽ മതിയായിരിക്കാം. ചിലപ്പോൾ പാൽപ്പൊടി വാങ്ങിക്കണം, നാളെ തന്നെ വാങ്ങിക്കണം. പാൽ വാങ്ങിക്കണം, ഇന്ന് തന്നെ വാങ്ങിക്കണം. അപ്പോൾ പ്രയോറിറ്റൈസേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് എങ്ങനെ വാങ്ങിക്കും, സ്കെഡ്യൂൾ ചെയ്യുക നമ്മൾ എത്ര സമയത്ത്. പിന്നെ ക്ലസ്റ്റർ ചെയ്യുക. ഇത് ഒരുമിച്ച് എവിടെയൊക്കെ കിട്ടുന്ന എവിടെയും ഉണ്ട്. അപ്പം അവിടെ ചെന്ന് ഒരു സാധനം വാങ്ങിച്ചു, അരി വാങ്ങിച്ചു. ചിലപ്പോൾ അവിടെ പഞ്ചസാര ഒന്നും കാണണോ, പാലും പഞ്ചസാര അങ്ങനെയൊന്നും കാണണമെന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പം നമ്മളിങ്ങനെ ക്ലസ്റ്റർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന കടകളിൽ ഇന്ന സാധനങ്ങളുണ്ട്, നമുക്കത് വാങ്ങിക്കേണ്ടതാണ്. പച്ചക്കറി വാങ്ങിക്കുക, പച്ചക്കറി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരിടത്ത് പോയിട്ട്, ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പം എടപ്പള്ളി നിൽക്കുന്നാൽ എറണാകുളത്ത് ഒരു സാധനം വാങ്ങാനുണ്ട്, നമ്മൾ കണ്ടു. അപ്പം നമ്മൾ പ്രയോറിറ്റൈസേഷൻ അത് വാങ്ങിച്ചു പറ്റുള്ളൂ. അത് 5 മണിക്ക് മുമ്പ് നമുക്ക് വാങ്ങിച്ച് കിട്ടണം. പിന്നെ ക്ലസ്റ്ററിങ് ആണ്. നമ്മൾ ശരി ഉടനെ അങ്ങോട്ട് വെച്ച് പിടിക്കും, പിന്നെ അത് എടുക്കാൻ പോകും. പക്ഷേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. തിരിച്ച് ചില കാര്യങ്ങൾ ഇവിടെ വന്നാൽ കിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാം. അതുകൊണ്ട് ക്ലസ്റ്റർ ചെയ്യാം. പിന്നെ ടൈം ബോക്സിങ്, സമയത്ത് നമ്മൾ എത്ര സമയത്ത് എങ്ങനെ ചെയ്യണം എന്ന് ചെയ്യാം. പിന്നെ ഡിസ്മാൻറ്റ്ലിങ് ആൻഡ് എക്സിക്യൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ബേസിക്കായിട്ട് പറയാം. പ്രയോറിറ്റൈസേഷൻ, സ്കെഡ്യൂളിങ്, ക്ലസ്റ്ററിങ്, ടൈം ബോക്സിങ്, ഡിസ്മാൻറ്റ്ലിങ് ആൻഡ് എക്സിക്യൂഷൻ. പിന്നെ ബ്ലോക്കിംഗ് ദ ടൈം ബേസ്റ്റേഴ്സ്, അത് സമയം കൊല്ലികൾ എന്ന് നമ്മൾ പറയും. സമയം കൊല്ലികൾ, സമയത്തെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. നമ്മുടെ ഗ്രൂപ്പായിട്ട് ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏതിനകത്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ടൈം ബ്ലോക്കിംഗ് ദ ടൈം വേസ്റ്റേഴ്സ്. അപ്പോൾ ടൈം ബ്ലോക്കിംഗ് എന്തൊക്കെ, ഏത് ഗ്രൂപ്പിനകത്ത് എന്ത് ചെയ്യുന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പല കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിന് സമയം വേസ്റ്റ് ആകുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, മൊബൈൽ ഫോൺ ഒരു പരിധി കൂടി നോക്കിക്കൊണ്ടിരിക്കുക, അത് ടൈം വേസ്റ്റേഴ്സ് ആണ്. പക്ഷെ ആവശ്യത്തിന് നമ്മൾ നോക്കണം. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്യുക. അപ്പം ടൈം വേസ്റ്റേഴ്സ് എന്തൊക്കെയാണോ നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുക. ദെൻ ഡെലിഗേഷൻ, ചില കാര്യം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക. പവർ വേറെ ആൾക്ക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നതില്ല, നമുക്ക് വേറെ ആളെ കൂടെ ചിന്തിക്കുക. ഈക്വലി അറിവുള്ള ഒരാളെ കൊണ്ടാകുമ്പോൾ നമുക്ക് സമയം ഇവിടെ ലാഭിക്കാൻ പറ്റും. ദെൻ ഡീലിംഗ് വിത്ത് പ്രൊക്കാസ്റ്റിനേഷൻ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ജോലിയും നമ്മൾ മാറ്റി വെക്കുക. പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ച് നല്ല കഥകൾ പോലും പലപ്പോഴും എഴുതി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അത് പിന്നത്തേക്ക് വെക്കുക. നാളെ ആക്കട്ടെ, നാളെ നിങ്ങളെ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുക. നമ്മൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നോക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് ടൈം ബഡ്ജറ്റിംഗ്. അപ്പോൾ നമുക്ക് ടൈം ബഡ്ജറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 24 മണിക്കൂർ നമുക്കുണ്ടെങ്കിൽ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്കിരിക്കുന്നത്. അപ്പോൾ ആ 24 മണിക്കൂർ നമ്മൾ ബഡ്ജറ്റ് ചെയ്യാന്നാണ് എപ്പോഴും പറയുന്നത്. ബഡ്ജറ്റ് ചെയ്യാം. ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഓരോ സമയത്ത് ഇന്ന ചെയ്യണം, ഇത്ര നേരം കൊണ്ട് ഇന്ന കാര്യങ്ങൾ തീർക്കണം. അപ്പം അതിനകത്ത് നമ്മളൊന്ന് പറയും, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്ന ഇപ്പം മൊബൈൽ ഫോണിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പറയും ഇരുന്ന് ഉണ്ണരുത് കിടന്നുറങ്ങരുത് എന്ന് വെച്ചാൽ ഇരുന്ന് സമയം എടുത്ത് കണ്ടവാനും കഴിക്കാതിരിക്കാനും നമുക്ക് കൂടുതൽ കഴിക്കാനുള്ളത് വരും, നമുക്ക് വണ്ണം കൂടും.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൈം ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ടൈം ബഡ്ജറ്റിംഗ് എന്ന് പറയുകയെന്ന് വെച്ചാൽ ഓരോ സമയത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എത്ര സമയം കൊണ്ട് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് മെയിൻലി ഇറ്റ് ഇസ് കോൾഡ് ടൈം ബഡ്ജറ്റിംഗ്. 24 മണിക്കൂറിനെ നമ്മൾ എത്ര സമയം നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നു, എത്ര സമയം വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്ര സമയം നമ്മൾ വെറുതെ യാത്ര ചെയ്ത് കളയുന്നു ആവശ്യമില്ലാതെ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് പ്രയോറിറ്റികൾ, ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ എഴുതി വെക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് എഴുതി വെക്കുക, അതിന് മുൻഗണനാ ക്രമത്തിൽ കൊടുക്കുക, എന്നിട്ട് അതിന് ഷെഡ്യൂൾ എങ്ങനെ നിർവഹിക്കുക, ക്ലസ്റ്റർ ഇരിക്കുക, ഓരോ ഏരിയയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഒരു യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബ്ലോക്ക് ഉണ്ടാകുക, സമയത്തെല്ലാം പറ്റുക, പെട്രോളിൻ്റെ എക്സ്പെൻസ് വരിക. അപ്പോൾ ഇതിനെക്കാട്ടും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ അതിന് ചുറ്റുപാടും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരാളെ കാണുന്നത് ഇന്ന കാര്യങ്ങൾ ഉള്ള സ്ഥലത്ത്, അല്ലെ എല്ലാവരും കൂടെ കാണുന്ന സമയത്ത് ഇന്നിടത്തൊന്ന് വെക്കാം. നമ്മൾ ഷെഡ്യൂൾ ചെയ്യാണ്, ക്ലസ്റ്റർ ചെയ്യാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് ക്ലസ്റ്ററിങ് ഉണ്ട്, ഷെഡ്യൂളിംഗ് ഉണ്ട്. ദെൻ ടൈം ബോക്സിങ്. ടൈം മാനേജ്മെൻറ്റ് പ്രത്യേക ഒരു പർട്ടിക്കുലർ സമയത്തെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ അത് ഷാർട്ട് ടൈമിൽ ചെയ്തിരിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന 1 മണിക്കൂർ, സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരാൾ, ഇപ്പോൾ അങ്ങനെയില്ല, ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവ് പറയുകയാണ് 4 മണിക്ക് വരുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം 4 മണിക്ക് വന്നു. അപ്പോൾ ആള് 4-ന് എത്താൻ പറ്റും, 4:30-ക്കാണ് എത്തിയത്. നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലെ കാര്യം 4:30-ക്കാണ് എത്തിയത്. അപ്പം ആളെ സംബന്ധിച്ച് അരമണിക്കൂർ ലേറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടിയിരിക്കുന്ന ഒരു 300 പേരുണ്ടെങ്കിൽ, 400 പേരുണ്ടെങ്കിൽ 400 × 5 നമുക്ക് നഷ്ടപ്പെടുന്നത്. 400-ൻ്റെ എത്ര നേരത്തെ ലേറ്റായി അത്രയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സമയത്തിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം ബോക്സിങ്, കീപ്പ് ഓൺ ടൈം, ഡിസ്മാൻഡ്ലിങ് ആൻഡ് എക്സിക്യൂഷൻ എങ്ങനെ നടപ്പാക്കാൻ പറ്റും. ദെൻ ബ്ലോക്കിംഗ് ദ ടൈം വേസ്റ്റേഴ്സ്. ആവശ്യമില്ലാതെ നമ്മൾ സമയം കളയുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തുക. മേ ബി അതൊരു പേനയാകാം, ഒരു പെൻസിലാകാം, ഒരാളാകാം, കാര്യങ്ങളാകാം, എന്ത് വേണമെങ്കിലും ആകാം. ദെൻ ഡെലിഗേഷൻ. നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീതിച്ച് കൊടുത്ത് നമ്മൾ ചെയ്യിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നിരിക്കുകയില്ല. സോ ഡെലിഗേഷൻ. ദെൻ ഡീലിംഗ് വിത്ത് പ്രൊക്രാസ്റ്റിനേഷൻ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്, മാറ്റിവെക്കുക. ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റുക, നാളത്തെ കാര്യം മറ്റന്നാളത്തേക്ക് മാറ്റുക. അങ്ങനെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സംഗതി അത് എപ്പോഴും ടൈം മാനേജ്മെന്റ് പ്രശ്നമാണ്. ആദ്യം മുതൽ ഇന്ന് പഠിച്ചോ നോക്കാം. അപ്പോൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ്സിനോട് നമുക്ക് എങ്ങനെ കോപ്പ് ചെയ്യാം. അപ്പോൾ സ്ട്രെസ്സിനോട് കോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനോട് നമ്മൾ ആ എക്സ്പീരിയൻസസ് സിറ്റുവേഷനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഈ സ്ട്രെസ്സിനെ സംബന്ധിച്ച് ഒരു സ്ട്രെസ് ഒരു പർട്ടിക്കുലർ ഏരിയ വരെ വരുമ്പോൾ ആ സ്ട്രെസ് നന്നായിട്ട് നമുക്ക് ഉപകരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇതിന് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം, സ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഒന്ന് സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ് ഒരു ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ അവിടെ ടയർ ആൻഡ് ബെയർ നമ്മൾ ശ്രമിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സ്ട്രെസ് നമ്മൾ രക്ഷപ്പെടുത്തും. സ്ട്രെസ്സിന് നമ്മൾ ഓവർകം ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത സ്ട്രെസ് ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. പിന്നെ സ്ട്രെസ്സിൻ്റെ അടുത്ത ഗ്യാസ്, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. അതായത് ഏതെങ്കിലും ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിന് വാർണിംഗ് സൈൻസ് കൊടുക്കും. ആ സ്ട്രെസ് വരുന്നു എന്ന് വാർണിംഗ് സൈൻസ് കൊടുക്കും. അപ്പോൾ ആ വാർണിംഗ് സൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, അതിനെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല, അത് എക്സോസ്റ്റഡ് ആകും, പൊട്ടി തെറിക്കും. അപ്പോൾ 3 സ്റ്റേജാണ് ഗ്യാസിനോട് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നതാണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. അപ്പോൾ അതിന് 3 കമ്പോണൻ്റ് ആണ്. ഫസ്റ്റ് കമ്പോണൻ്റ് ഈസ് കോൾഡ് അലാം സ്റ്റേജ്, സെക്കൻഡ് കണ്ടീഷൻ കോൾഡ് റെസിസ്റ്റൻസ്, തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സോഷൻ സ്റ്റേജ്. അപ്പോൾ ഗ്യാസ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം, അലാം സ്റ്റേജ്, റെസിസ്റ്റൻസ് സ്റ്റേജ്, ദെൻ എക്സോഷൻ ഓർ
റിയാക്ഷൻ സ്റ്റേജ്. അപ്പം ഇത് ഏത് സാഹചര്യത്തിലാണോ അതിനെ എങ്ങനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു അതിനെയാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജീസ് പറയുന്നത്. എന്താണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് കൊണ്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ? ഒന്ന്, നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമുക്ക് കളയാൻ പറ്റും. ഇറ്റ്സ് എ തോട്ട് നമ്മൾ കളയുക, അല്ലെങ്കിൽ അതിനെ കൊണ്ടാണ് അത് നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് കണ്ടീഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ ടു ബി ഏബിൾ ടു അഡ്ജസ്റ്റ് ടു ദ നെഗറ്റീവ് സിറ്റുവേഷൻ, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ആ സാഹചര്യത്തെ നമ്മൾ നേരിടുക മാത്രമല്ല അതുമായിട്ട് ചേർന്ന് പോവുക, അത് നമുക്ക് കോപ്പിംഗ് സ്ട്രാറ്റജീസ് കൊണ്ട് കിട്ടും. ദെൻ മെയിൻറ്റെയിൻ എ സെൽഫ് ഇമേജ്, ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് മെയിൻറ്റെയിൻ എമോഷണൽ ബാലൻസ്. അപ്പം ഏത് സാഹചര്യങ്ങൾ വന്നാലും അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുകയെങ്കിൽ എമോഷണൽ ബാലൻസ്, വൈകാരികമായിട്ട് നമ്മൾ തകർന്നു പോകാതെ ഇരിക്കുക. അപ്പം ഈ കോപ്പിംഗ് സ്ട്രാറ്റജി ചെയ്യുന്നതുകൊണ്ടാണ്, കാരണം സ്ട്രെസ് എപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. പോസിറ്റീവായിട്ടുള്ള സ്ട്രെസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ നമ്മളതിനെ കാര്യമാക്കാമല്ലോ. ഇവിടെ നമ്മൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സ്ട്രെസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം പോസിറ്റീവ് സെൽഫ് ഇമേജ് കൂടും, എമോഷണൽ ബാലൻസ് കൂടും. എൻഷുർ ദ പോസിറ്റീവ് ഇൻ ദ പോസിറ്റീവ്, രണ്ട് വ്യക്തികളുമുള്ള പേഴ്സണൽ ബന്ധങ്ങൾ നമുക്ക് കോപ്പിംഗ് സ്ട്രാറ്റജി കൊണ്ട് ശരിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്ട്രെസ് രണ്ടുപേർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും. ദെൻ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ഓർ അവോയ്ഡൻസ് കോപ്പിംഗ്. എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ അതിനെ പ്രോ ആക്റ്റീവായിട്ട് മുൻകൂട്ടി കാണുക, എന്നിട്ട് അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. ദെൻ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്, നമ്മൾ കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ എത്ര റിസോഴ്സസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ബാധിക്കുക, അതിനെയൊക്കെ എങ്ങനെയൊക്കെ നേരിടാം എന്ന് പറയുന്നതാണ് അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ ആൻറ്റിസിപ്പേറ്റ് പൊട്ടൻഷ്യൽ സ്ട്രെസ്സസ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാവുന്ന, എല്ലാവർക്കും എല്ലാ സാഹചര്യവും സ്ട്രെസ് ആകണമെന്നില്ല. അപ്പം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിന് ഒരു പൊട്ടൻഷ്യൽ സ്ട്രെസ്സസിനെ കണ്ടുപിടിക്കുക, ആൻറ്റിസിപ്പേറ്റ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്ട്രെസ്സേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ ഇനിഷ്യേറ്റിംഗ് അപ്രൈസൽ, അതിനെ ഒന്ന് വിലയിരുത്തിയിട്ട് നമുക്ക് അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളത് നമ്മൾ നോക്കുക. ദെൻ പ്രിലിമിനറി എഫോർട്ട് ടു കോപ്പി വിത്ത് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, പ്രിലിമിനറി എഫോർട്ട്, നമ്മൾ ആ സ്ട്രെസ്സിനെ നേരിടാനായിട്ടുള്ള പ്രിലിമിനറി ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനമെടുക്കും. ദെൻ സീക്കിംഗ് ദ ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം, നമ്മൾ ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് വാങ്ങിക്കുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സംഗതി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് വാങ്ങിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ യൂസ്, അത് ശരിയാണെങ്കിൽ നമ്മൾ അതേ കാര്യങ്ങൾ തന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ എമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് ആൻഡ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ്, രണ്ട് തരത്തിലുള്ളതാണ്. വൈകാരികമായിട്ടുള്ള നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ മാറ്റുകയല്ല, അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലം ബേസ്ഡ് ആണെങ്കിൽ സാഹചര്യത്തിനെ നമ്മൾ എങ്ങനെ അതിനെ മോഡിഫൈ എടുക്കാമെന്ന് നമ്മൾ നോക്കും. ദെൻ സ്ട്രെസ് മാനേജ്മെൻറ്റ്, എന്തൊക്കെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്? ഫസ്റ്റ് വന്നത് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. റിലാക്സേഷൻ സാധാരണ ഇത് എല്ലാവരും ചെയ്ത് ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ടൈറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതാണ് ജേക്കബ്സൺ റിലാക്സേഷൻ. സാറിന് ഇത് റിലാക്സേഷൻ ടെക്നിക്സ് സാറിനെ പഠിപ്പിക്കുന്നത് ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ദെൻ ഈ റിലാക്സേഷൻ ടെക്നിക്ക് എപ്പോഴും അതൊരു സ്ഥലത്ത് സൗകര്യമായിട്ടിരുന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ല പലയിടത്ത് പോയിട്ട് ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നു, നാളെ വേറെ ഇടത്ത് ചെയ്യുന്നു, ഇന്ന് 5 മണിക്ക് ചെയ്തു, നാളെ 6 മണിക്ക് ചെയ്തു, പിന്നത്തെ 9 മണിക്ക് ചെയ്തു, അങ്ങനെ ചെയ്താൽ പറ്റില്ല. കാരണം ഒരു ഫൈൻ ഒരു നല്ല സമയം കണ്ടുപിടിച്ച്, എന്ന് വെച്ചാൽ വൺ ഫൈൻസ് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ച് അത് ചെയ്യണം. ദെൻ നീഡ്സ് ടു ബി ക്യാരി ഔട്ട് ഇൻ എ ടൈം വെൻ ദെയർ ആർ ലീസ്റ്റ് ഡിസ്ട്രാക്ഷൻ, ഏറ്റവും ഡിസ്ട്രാക്ഷൻസ് കുറവുള്ള സ്ഥലത്ത് നമ്മൾ ഇത് നടത്തുക, റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്യാൻ പോവാം. സെൽഫ് ഷുഡ് നോട്ട് ബി ഹരീഡ് ഔട്ട്, നമ്മൾ പെട്ടെന്ന് വന്നങ്ങോട്ട് ചെയ്തു പോകാൻ നമ്മളെ റിലാക്സേഷൻ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെയ്യണം. എനി ഡ്രഗ്സ് ഓർ മെഡിക്കേഷൻ, അത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡോക്ടറുടെ ഹെൽപ്പോട് കൂടിയേ നമ്മൾ കഴിക്കാവുള്ളൂ. ദെൻ കോഷൻ മസ്റ്റ് ബി മെയിൻറ്റെയിൻ ബൈ പേഴ്സൺ സഫറിംഗ് ഫ്രം പ്രോബ്ലംസ് ലൈക്ക് ബാക്ക് ഏക്ക്, ഫ്രാക്ചേഴ്സ് ആൻഡ് അതർ ഇഞ്ചറീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ റിലാക്സേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ദെൻ മെഡിറ്റേഷൻ,
മെഡിറ്റേഷൻ ആദ്യത്തെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണുള്ളത്. ദെൻ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ സാറിന് ഇവിടെ ചെയ്യിക്കുന്നുണ്ട്, ഇതൊക്കെ പഠിപ്പിക്കാനുണ്ട്. ദെൻ ഗൈഡഡ് മെഡിറ്റേഷൻ. ഗൈഡഡ് മെഡിറ്റേഷൻ ഏതെങ്കിലും നമ്മളൊരു ഏത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ഗൈഡ് ആവശ്യമാണ്. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ രീതിയിൽ ചെയ്യുന്ന മെഡിറ്റേഷൻ ഉണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻ. അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ദെൻ വിപാസന മെഡിറ്റേഷൻ. ദെൻ ലവിങ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ. നമ്മൾ കൈൻഡ്നെസ് കൊടുക്കുക, നമ്മൾ സ്നേഹം കൊടുക്കുക, കണ്ണീര് കൊടുക്കുക. ചക്ര മീൻസ് വീൽ മെഡിറ്റേഷൻ. ദെൻ യോഗാസന, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. ഇത് 3 യോഗയാണ് സാധാരണ ഗതിയിൽ നമ്മൾ റിലാക്സേഷൻ ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ആസനാസ്. യോഗ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിനകത്ത് ആസന എന്ന ടൈപ്പ് ആസനാസ് മാത്രമാണ്. ഇതിന് പറയുന്നത് യോഗ ആസനാസ് ആണ്. യോഗ ആസന, ഓരോ യോഗത്തിന് ഓരോ ആസനത്തിന് പ്രത്യേക പോസ്റ്റുകൾ ചെയ്യണം. പത്മാസന, രണ്ട് കാൽപാദങ്ങളും തൊടയുടെ മുകളിൽ നടത്തുന്നതാണ് പത്മാസന. ദെൻ സുഖാസന, അതുപോലെ തന്നെ ഇരിക്കുക, പക്ഷെ നേരെ ഇരിക്കുക, സന്യാസിമാരിക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കുക. പക്ഷേ ഇതിനകത്ത് നമ്മുടെ അടിഭാഗവും മോള് ഭാഗവും ഒരുമിച്ച് അമർന്ന് ഇരിക്കാൻ പറ്റും. ദെൻ സിദ്ധാസന. വെറുതെ കാല് വെച്ചിട്ട് ഇരിക്കുന്ന സിദ്ധാസന എന്ന് പറയും. ദെൻ വജ്രാസന, കാല് മടക്കിയിരിക്കുക. ത്രികോണാസന എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്ന ഒരു ആസനം ത്രികോണാസന. ദെൻ ഭുജംഗാസന, വളഞ്ഞ് നമ്മൾ നേരെ ഇരിക്കുക, ഭുജംഗത്തെ പോലെ നമ്മൾ നിൽക്കുക. ദാറ്റ് ഈസ് ഭുജംഗാസന. ദെൻ പ്രാണായാമമാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ബ്രീത്തിങ് ആണ് പ്രാണായാമത്തിനകത്ത് കൂടുതൽ ചെയ്യുന്നത്. ദെൻ കൺസ്ട്രക്റ്റീവ് സ്ട്രെച്ചിങ്, ABCD ടെക്നിക്സ് ഓഫ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ ആണ്. ഇത് ആൽബർട്ട് എല്ലീസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേജ് ആക്റ്റീവ് ഇവൻ്റ് ആണ്. ഒരു സംഗതി നമ്മൾ ആക്റ്റീവ് ആക്കുക. അപ്പം എന്നിട്ട് നമ്മൾ ഇന്ന് കോഗ്നിറ്റീവ് സ്ട്രക്ചറിങ് തെറപ്പി ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ഭാഗങ്ങളിൽ ആക്റ്റീവ് ഇവൻറ്റ്, ആക്ടിവേറ്റിംഗ് ഇവൻറ്റ്, എന്തെങ്കിലും ഒരു ഇവൻറ്റിനെ ഉത്തേജിപ്പിക്കുന്ന സാധനങ്ങൾ. പിന്നെ ബിലീഫ്, എങ്ങനെ വേണം ഏതാണെന്നുള്ളത്. പിന്നെ കോൺസിക്വൻസ്. ദെൻ ഡിസ്പ്യൂട്ടഡ്. ദെൻ എഫക്റ്റീവ്. അപ്പം ഇതാണ് നമ്മൾ ABCD എന്ന് പറയുന്നത്. ആക്ടിവേറ്റിംഗ്, ബിലീഫ്, A for activating, B for belief, C for consequences, D for dispute, E for effective. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റാഷണൽ ബോഡി തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. ദെൻ ടൈം മാനേജ്മെൻറ്റ്. ടൈം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ടൈം മാനേജ്മെൻറ്റ്, പ്രയോറിറ്റൈസേഷൻ. അപ്പോൾ അടുത്ത് നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ്സിനെ ഓവർകം ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ടൈം മാനേജ്മെൻറ്റ്. സമയത്തെ നമ്മൾ മാനേജ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ സ്കെഡ്യൂളിങ്, ഒരു സ്കെഡ്യൂൾ നമ്മൾ തയ്യാറാക്കുക. പ്രയോറിറ്റൈസേഷൻ ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക. ക്ലസ്റ്ററിങ്, ഏരിയകൾ തിരിക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ തിരിക്കുക. ടൈം ബോക്സിങ്, ചെയ്യേണ്ട സമയത്തെക്കുറിച്ച് ഒരു ഫിക്സഡ് എടുക്കുക. ഡിസ്മാൻഡ്ലിങ്, ദെൻ എക്സിക്യൂഷൻ, നടപ്പിലാക്കുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് ദ ടൈം വേസ്റ്റേഴ്സ്, സമയം കൊല്ലികളെ നമ്മൾ ബ്ലോക്ക് ചെയ്യാം. സമയം കൊല്ലികൾ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായിട്ട് കളയുന്നുണ്ട്, അതിന് നമ്മൾ റൂട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ഡെലിഗേഷൻ, നമ്മൾ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് ഡെലിഗേഷൻ. ദെൻ ഡീലിംഗ് വിത്ത് പ്രൊക്കാസിനേഷൻ. പ്രൊക്കാസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ആ കാര്യം ഇപ്പം ചെയ്യാം, നമ്മൾ പിന്നത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതാണ് പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊക്കാസിനേഷൻ എപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. കാരണം ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ നാളെ ചെയ്യണമെന്ന് വെക്കുക, നമുക്ക് ഇറ്റ് അഫക്റ്റ് യുവർ സ്ട്രെസ്. ഇറ്റ് ഈസ് അഫക്റ്റ് യു, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രെസ്. അപ്പം പ്രൊക്കാസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മാറ്റി വെക്കുന്ന സ്വഭാവങ്ങൾ, ഇന്ന് ചെയ്യേണ്ട നാളത്തേക്ക് മാറ്റി വെക്കുക, അതാണ് പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് പഠിക്കുക. അപ്പം 7 മൊഡ്യൂളായി. നമ്മൾ അടുത്തൊരു മൊഡ്യൂൾ കൊണ്ട് നമ്മുടെ ഇത് ടൈം മാനേജ്മെൻറ്റ് തീരുന്നതാണ്. അപ്പം എല്ലാവർക്കും അടുത്ത ക്ലാസ് വരെ നമസ്കാരം. പ്രത്യേകിച്ച് ഇത് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഭാഗമാണ്.
നല്ലപോലെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. അടുത്ത ക്ലാസ് നാളെ ഇതേ സമയം നമുക്ക് കാണാം. നമസ്തേ.